ഇതുവരെ നമ്മൾ പഠിച്ചത് ഡേറ്റാ സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നാണ്. ഇപ്പോൾ ഒരു ഡൗട്ട് നാച്ചുറലി വരും, ഈ ഡേറ്റാസ് എല്ലാം കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ ഡയറക്റ്റ് യൂസ് ചെയ്യൂ എന്ന്. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? ബുക്ക് യൂസ് ചെയ്ത് ആദ്യം പഠിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്ത് എക്സാം എഴുതും. പഠിക്കുന്ന പാട്ടും എക്സാം എഴുതുന്ന പാട്ടും സെയിം അല്ല, അല്ലേ? മെഷീൻ ലേണിംഗിലും ഇത് തന്നെയാണ് കോൺസെപ്റ്റ്. കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കാൻ ഒരു പാർട്ട് ഡേറ്റ നമ്മൾ യൂസ് ചെയ്യും, പഠിച്ചു കഴിഞ്ഞോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ വേറൊരു പാർട്ട് യൂസ് ചെയ്യും. അതാണ് ട്രെയിൻ വേഴ്സസ് ടെസ്റ്റ് സ്പ്ലിറ്റ്. ട്രെയിൻ ഡേറ്റ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡേറ്റയാണ്. പ്ലാസ്റ്റിക് ഇമേജസ്, ഓർഗാനിക് ഇമേജസ്, പേപ്പർ ഇമേജസ്, ഈ എക്സാമ്പിൾസ് എല്ലാം കമ്പ്യൂട്ടർ കണ്ടുപഠിക്കും. അതേസമയം ടെസ്റ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ മുൻപ് കണ്ടിട്ടില്ലാത്ത ഇമേജസ് ആണ്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ചെക്ക് ചെയ്യും കമ്പ്യൂട്ടർ കറക്റ്റായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. എല്ലാ ഡേറ്റയും യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറൈസ് ചെയ്യും, പക്ഷേ റിയൽ ആയി പഠിച്ചോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഡേറ്റ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. 80% ഓഫ് ഡേറ്റാ സെറ്റ് ട്രെയിൻ ഡേറ്റാ സെറ്റ് ആയിട്ടും 20% ടെസ്റ്റ് ഡേറ്റാ സെറ്റ് ആയിട്ടാണ്. ഇതൊരു സ്ട്രിക്റ്റ് റൂൾ അല്ല, പക്ഷേ ബിഗിനേഴ്സിന് ഇതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിരിക്കും. സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആണ്. ട്രെയിൻ ഡേറ്റ യൂസ് ചെയ്ത് മോഡൽ പഠിക്കും, ടെസ്റ്റ് ഡേറ്റ യൂസ് ചെയ്ത് മോഡൽ ചെക്ക് ചെയ്യും. ഇത് രണ്ടും ചെയ്താൽ മാത്രമേ മോഡൽ കറക്റ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒരു ഡേറ്റാ സെറ്റ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമെന്നാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡേറ്റാ സെറ്റ് യൂസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യാം എന്നാണ്.